നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ആ ദാരുണമായ വാർത്ത നമ്മളിൽ എത്ര പേരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. സ്വന്തം വീട്ടിലോ അയൽപ്പക്കത്തോ സുരക്ഷിതനായിരിക്കേണ്ട ഒരു കുഞ്ഞ് ക്രൂരമായ ശാരീരിക പീഡനത്തിനിരയായി ജീവൻ വെടിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രബുദ്ധ സമൂഹത്തിലാണോ എന്ന് സ്വയം ചോദിക്കേണ്ടി വരും. വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, മെഴുകുതിരി കത്തിക്കും, പ്രതിയെ തൂക്കിൽ കെട്ടാൻ ആവശ്യപ്പെടും. അതിനുശേഷം നമ്മൾ അത് മറക്കും, അടുത്ത ഒരു വാർത്ത വരുന്നത് വരെ. എന്നാൽ ഇനി ഒരു കുഞ്ഞിനും ഈ ഗതി വരാതിരിക്കാൻ സർക്കാരിനോ പോലീസിനോ മാത്രമല്ല, നിങ്ങൾക്കും എനിക്കും ഈ സമൂഹത്തിനും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വലിയ പണമോ വലിയ സംവിധാനങ്ങളോ ഇതിനാവശ്യമില്ല. നമ്മുടെ ചെറിയ മനോഭാവ മാറ്റം മതി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ സുരക്ഷയ്ക്കായി സമൂഹത്തിന് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള ഒരു ശീലമുണ്ട്. അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ അസ്വാഭാവികമായ കരച്ചിലോ വഴക്കോ കേട്ടാൽ നമ്മൾ പറയും, അത് അവരുടെ കുടുംബകാര്യമാണ്, നമ്മൾ ഇടപെടേണ്ട എന്ന്. ദയവ് ചെയ്ത് ഈ ചിന്താഗതി ആദ്യം മാറ്റുക. ഒരു കുട്ടി ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്നത് ഒരൊറ്റ ദിവസം കൊണ്ടായിരിക്കില്ല. അതിനു മുമ്പ് ആ കുഞ്ഞ് പലതവണ കരഞ്ഞിട്ടുണ്ടാകും, സഹായത്തിനായി അലറിയിട്ടുണ്ടാകും. ഒരു കുട്ടിയുടെ കരച്ചിൽ വെറും ഒരു വാശിക്കരച്ചിലല്ല, മറിച്ച് വേദന കൊണ്ടുള്ള നിലവിളിയാണെന്ന് തോന്നിയാൽ ദയവായി ശ്രദ്ധിക്കുക. കുട്ടിയുടെ ശരീരത്തിൽ സംശയാസ്പദമായ പാടുകളോ പരിക്കുകളോ കണ്ടാൽ ചോദ്യം ചെയ്യുക. ഓർക്കുക, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം ഒളിച്ചു വെക്കുന്നതും കണ്ടില്ലെന്ന് നടിക്കുന്നതും നിയമപ്രകാരം കുറ്റമാണ്. അത് ആ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ കാര്യമല്ല, അത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. നമുക്ക് ഓരോ വാർഡിലും അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകളിലും വലിയ ചെലവുകളില്ലാതെ ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം ഉണ്ടാക്കിക്കൂടെ? നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ പ്രവർത്തകർ, അങ്കണവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ എന്നിവർക്ക് തങ്ങളുടെ പരിധിയിലെ എല്ലാ കുട്ടികളെയും കൃത്യമായി അറിയാം. ലഹരിക്ക് അടിമപ്പെട്ട മാതാപിതാക്കളുള്ള വീടുകൾ, കടുത്ത മാനസിക സാമ്പത്തിക തകർച്ചയിലുള്ള കുടുംബങ്ങൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ കൂടുതൽ അപകട സാധ്യതയിലുള്ളവരാണ്. ഇത്തരം വീടുകളിലെ കുട്ടികളുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ഈ പ്രാദേശിക കൂട്ടായ്മകൾ നിരീക്ഷിക്കാൻ സാധിക്കും. എന്തെങ്കിലും അസ്വാഭാവികത കണ്ടാൽ ഉടനടി 1098 നമ്പറിലോ പോലീസിലോ അറിയിക്കുക. വിവരം നൽകുന്ന ആളുടെ പേര് പോലീസ് ഒരു കാരണവശാലും പുറത്തുവിടില്ല. നിങ്ങളുടെ ഒരു ഫോൺ കോൾ ഒരുപക്ഷെ ഒരു കുഞ്ഞിൻ്റെ ജീവനായിരിക്കും രക്ഷിക്കുന്നത്. അടുത്തതായി, നമ്മുടെ വീട്ടിലെ കുട്ടികളെ നമ്മൾ എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ചാണ്. പലപ്പോഴും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് അവർക്ക് ഏറ്റവും പരിചയമുള്ളവരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെയാകാം. അതിനാൽ 3 വയസ്സ് മുതൽ തന്നെ കുട്ടികളെ ബോഡി സേഫ്റ്റി പഠിപ്പിക്കണം. സ്വന്തം ശരീരത്തിൽ ആർക്കൊക്കെ തൊടാം, ആർക്കൊക്കെ തൊടാൻ പാടില്ല എന്ന് ലളിതമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും മോശമായി പെരുമാറിയാൽ നോ എന്ന് ഉറക്കെ പറയാനും അവിടുന്ന് ഓടിപ്പോകാനും അവരെ പഠിപ്പിക്കുക. ഏറ്റവും പ്രധാനം, കുട്ടികൾ എന്തു വന്ന് പറഞ്ഞാലും അവരെ കുറ്റപ്പെടുത്താതെ തല്ലി ഓടിക്കാതെ അത് പൂർണ്ണമായി കേൾക്കാനുള്ള മനസ്സ് മാതാപിതാക്കൾ കാണിക്കണം. അമ്മയോടോ അച്ഛനോടോ എന്ത് കാര്യവും പേടികൂടാതെ പറയാം എന്ന ഉറപ്പ് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ലഭിക്കണം. മറ്റൊരു പ്രധാന കാര്യം, സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു തെറ്റായ ചിന്തയാണ് അടിച്ചാലേ കുട്ടികൾ നന്നാകൂ എന്നത്. ഈ കോർപ്പറൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ശാരീരികമായ ശിക്ഷകൾ കുട്ടികളിൽ ഉണ്ടാക്കുന്നത് കടുത്ത മാനസിക ആഘാതമാണ്. കുട്ടികളെ തിരുത്താൻ ശാരീരിക ഉപദ്രവമല്ല വേണ്ടത്, അവരോട് സംസാരിക്കുകയാണ് വേണ്ടത്. ദേഷ്യം വരുമ്പോൾ സ്വന്തം കുട്ടികളെ മൃഗീയമായി തല്ലിച്ചറിക്കുന്ന മാതാപിതാക്കൾക്ക് കൗൺസിലിങ്ങും ബോധവൽക്കരണവും നൽകാൻ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുന്നോട്ട് വരണം. കൂട്ടുകാരെ, നിയമങ്ങൾ എത്ര കർശനമായാലും പോലീസ് എത്ര കാവൽ നിന്നാലും നമ്മുടെ കണ്ണും കാതും തുറന്നിരിക്കാത്ത കാലത്തോളം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പൂർണ്ണമായി തടയാൻ കഴിയില്ല. ഇനിയൊരു കുഞ്ഞിൻ്റെയും ജീവൻ ഇങ്ങനെ പൊലിയരുത്. നമുക്ക് ചുറ്റുമുള്ള ഓരോ കുട്ടിയും നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഒരു ചെറിയ ഇടപെടൽ മതിയാകും ഒരു വലിയ ദുരന്തം ഒഴിവാകാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി.